സമയം രാവിലെ 5:30. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാണ്. ഇന്നലെ രാത്രി 12:30 ഉദയ്പൂരിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു. നല്ല തണുപ്പുള്ള സമയമാണ് അജ്മീറിൽ ഇപ്പോൾ. റൂം നേരത്തെ ബുക്ക് ചെയ്തിരുന്നില്ല. എല്ലാം അവിടെ എത്തിയിട്ട് നോക്കാമെന്ന് കരുതി സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചു. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ദർഗയിലേക്കുള്ളൂ. 150 രൂപയാണ് ഓട്ടോ ചാർജ് പറഞ്ഞത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. അവർ ദർഗയിലേക്ക് നടക്കുകയാണ്. അവരോടൊപ്പം ഞാനും ചേർന്നു. ഡൽഹിക്കാരാണ് ഇവർ. അജ്മീർ സിയാറത്ത് ചെയ്തതിനു ശേഷം അവർ പോകുന്നത് ജയ്പൂരിലേക്കാണ്. ഞാനും അങ്ങോട്ട് തന്നെ. മക്കാമിന്റെ പരിസരത്തെത്തിയപ്പോഴാണ് ഇവനെ കണ്ടത്. 2 മണിക്കൂറിന് റൂം വേണമെന്നായിരുന്നു എന്റെ ആവശ്യം. അതും 200 രൂപയ്ക്ക്. 300 വേണമെന്ന് പറഞ്ഞെങ്കിലും 200 രൂപയ്ക്ക് തന്നെ പിന്നീട് സമ്മതിച്ചു. ഗല്ലിക്കുള്ളിലൂടെ ഒരു ബിൽഡിങ്ങിന്റെ 5ാം നിലയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. സമയം ഇപ്പോൾ 7:49 കുളിച്ച് ഫ്രഷായി റൂമിൽ നിന്നും ഇറങ്ങി. മക്കാമും പരിസരവും തിരക്കാവാൻ തുടങ്ങി. മക്കാമിന്റെ ഉള്ളിലെത്തി സലാം പറഞ്ഞ് പള്ളിയുടെ അരികിലായിരുന്നു. ഓരോ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോഴും ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം മഹാന്മാരോട് പറയും. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കും. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അജ്മീറിലെത്തിയാൽ കവാലി കേൾക്കാതിരിക്കില്ല. ഓരോ സംഘങ്ങളായി മനോഹരമായി ഖാജ തങ്ങളെ വർണ്ണിച്ചു കൊണ്ടിരിക്കും ഇവർ. അജ്മീർ ചെമ്പാണ് ഈ കാണുന്നത്. സിയാറത്തൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അജ്മീർ മിഠായികൾ ഓരോന്നിനും ഓരോ വിലയാണ്. ദർഗയുടെ പുറത്തെ റോഡിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കായി. പലതരം കച്ചവടക്കാരുണ്ട്. നാസ്ത കഴിക്കാൻ ഒരു കടയിൽ കയറി. ചിക്കൻ പായയും റൊട്ടിയുമാണ് വിഭവം. ദർഗയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തുവശത്തേക്കുള്ള റോഡിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇവിടുന്നാണ് താരാഘട്ടിലേക്കും സർവാറിലേക്കുമുള്ള വാഹനം ലഭിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് താരാഘട്ടിലേക്കാണ്. ഒരു ഓമ്നിയിൽ ഞാനും കയറി യാത്ര തുടങ്ങി. 150 രൂപയാണ് എന്നോട് ചാർജ് പറഞ്ഞത്. തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കുകയും ചെയ്യും. ഒരു മലമുകളിലാണ് ഈ ഒരു മക്കാം. അജ്മീർ ദർഗയിൽ നിന്ന് നടന്ന് മല കയറിയും താരാഘട്ടിലെത്താം. അത് വേറിട്ടൊരു അനുഭവമാണ്. റോഡിലൂടെയാകുമ്പോൾ മല ചുറ്റി കയറിയാണ് പോകുന്നത്. എന്റെ കൂടെ ഈ വാഹനത്തിൽ മുംബൈയിൽ നിന്നൊരു ഫാമിലിയുമുണ്ട്. പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. ഒരുപാട് വളവും തിരിവും കഴിഞ്ഞ് മക്കാമിന്റെ പരിസരത്തെത്തി. ഇനി കുറച്ച് നടക്കണം. ഒട്ടകത്തെയും കുതിരയെയും അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. അജ്മീറിലേക്ക് ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് കുറേയായി. വണ്ടി ഇറങ്ങിയിടത്ത് നിന്ന് തന്നെ മക്കാമിലേക്ക് നേരെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നിങ്ങളെ വഴി തിരിച്ചുവിടാൻ കുറേ ആളുകൾ ഉണ്ടാവും. മക്കാമിന്റെ പരിസരത്തുള്ള അവരുടെ കടയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 150 രൂപയാണ് ഒട്ടകത്തിന്റെ പുറത്ത് റൈഡ് ചെയ്യാനുള്ള ഫെയർ. കുറച്ചു ദൂരം സഞ്ചരിക്കാം, ഫോട്ടോ വീഡിയോ എടുക്കാം. മക്കാമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഓരോ കടക്കാരും അവരുടെ കടയിൽ ചെരുപ്പഴിച്ചു വെക്കാൻ പറയും. അവരുടെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനാണ് അവരങ്ങനെ പറയുന്നത്. ചെരുപ്പ് അവിടെ ഫ്രീ ആയിട്ട് വെക്കുകയും ചെയ്യാം. എന്നാൽ മക്കാമിലേക്ക് കയറുന്നത് വരെ ചെരുപ്പിട്ട് മക്കാമിന്റെ കവാടത്തിനടുത്ത് തന്നെ ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സിയാറത്തൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്തൊരു മരമുണ്ട്. എല്ലാ മാസവും അതിൽ ഫലമുണ്ടാകും. കുട്ടികളില്ലാത്തവർ ഇത് കഴിച്ചതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച അനുഭവങ്ങളുണ്ട് എന്ന് ഇവിടെ പ്രസിദ്ധമാണ്. സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പലതരം കച്ചവടങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് സുർമയാണെന്ന് പറയുന്നു. കണ്ടിട്ട് കണ്ണ് തന്നെ പോകുമോ എന്നാണ് എന്റെ സംശയം. ഇത് യഥാർത്ഥമാണോ ഫേക്ക് ആണോ എന്നോ എനിക്കറിയില്ല. 12:25 യാത്ര തിരിച്ചു. 12:20 ആകുമ്പോൾ യാത്ര തിരിക്കുമെന്നാണ് വണ്ടിക്കാരൻ എന്ന റെസിപ്റ്റിലുള്ളത്. ഒരു ഫാമിലി വരാൻ വൈകിയത് കൊണ്ടാണ് 5 മിനിറ്റ് ലേറ്റ് ആയത്. അധികം വൈകിയാൽ ഉള്ളവരെയും കൊണ്ട് വാഹനം പുറപ്പെടും. അങ്ങനെ വാഹനം നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരെയും മുകളിൽ വെച്ച് കണ്ടിരുന്നു. പ്രധാന ഹൈവേയിൽ തിരിച്ചെത്തി. റോഡ് സൈഡിൽ ചെറിയ കുടിലുകൾ ഉണ്ടാക്കി താമസിക്കുന്നവരെ കാണാം. വരുമാനത്തിനായി ചൂൽ മുടയുകയാണ് അവർ. 12:46 ആയപ്പോൾ ടാക്സിയിൽ നിന്നും ഇറങ്ങി. ഇവിടെ ഇറങ്ങാൻ കാരണമുണ്ട്. എനിക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോവേണ്ടത്. ഇവിടുന്ന് ജയ്പൂരിലേക്കാണ് അടുത്ത യാത്ര. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 2:15 ട്രെയിൻ. 4 മണിക്ക് ജയ്പൂരിലെത്തും. അടുത്ത കടയിൽ നിന്നൊരു ലസ്സിയും കുടിച്ച് തൊട്ടപ്പുറത്ത് തന്നെയുള്ള പള്ളിയിൽ കയറി 2 നിസ്കാരങ്ങളും പൂർത്തിയാക്കി. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അകത്ത് കയറി. പ്ലാറ്റ്ഫോം 4-ലാണ് ട്രെയിൻ വരുന്നത്. 2:17 ട്രെയിൻ എടുത്തു. സ്ലീപ്പർ കോച്ചാണ്. യാത്രാസുഖം AC കോച്ചിലാണെങ്കിലും യാത്രയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത് സ്ലീപ്പർ കോച്ചിലായിരിക്കും. ആർമിയുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന മറ്റൊരു ട്രെയിൻ. ചെറുതും വലുതുമായ കൃഷിയിടങ്ങളും ഇടയ്ക്ക് ചില ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ പിന്നിട്ടാണ് യാത്ര. വൈകുന്നേരം 4:25 ആയപ്പോൾ ജയ്പൂരിലെത്തി. സ്റ്റേഷന്റെ പുറത്തിറങ്ങി. പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂരിനെ കുറിച്ച് അറിയപ്പെടുന്നത്. സ്റ്റേഷനും പിങ്ക് കളർ തന്നെ. ഇവിടുത്തെ പോർട്ടർമാരുടെ യൂണിഫോം ആണെന്ന് തോന്നുന്നു. കാണാൻ ഭംഗിയുമുണ്ട്. സാധനങ്ങൾ ഇറക്കിയ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഒരു യാത്രക്കാരനാണ് പോർട്ടറെ സഹായിക്കുന്നത്. സ്റ്റേഷന്റെ പുറത്ത് പലതരം കച്ചവടക്കാരുണ്ട്. പബ്സ് പോലത്തെ ഒരു പലഹാരം. ജയ്പൂരിലൊരു റൂം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് കരുതി. ഗൂഗിളിൽ നോക്കിയപ്പോൾ 1 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. നേരെ നടന്നു. ഡോർമെട്രിയിൽ എത്തിയിട്ട് റൂം ചെക്ക് ചെയ്തു. നല്ല വൃത്തിയുള്ള റൂം. സംശയിച്ചില്ല. ബുക്ക് ചെയ്തു.
ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ജയ്പൂരിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.